ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഫുഡ് ആൻഡ് ബിയോണ്ട് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. കുറേ കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഇന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. എൻ്റെ ഫുഡ് ആൻഡ് ബിയോണ്ട് എന്ന് പറയുന്ന ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു. അപ്പോൾ 1 വർഷം കഴിഞ്ഞതിന് ശേഷം അത് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും വ്യൂസൊക്കെ ആയിട്ടുണ്ട്, മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. അത്ര വലിയ വ്യൂസൊന്നും കിട്ടുന്നില്ലെങ്കിലും എന്നെപ്പോലെ ഒരു തുടക്കക്കാരിക്ക് കിട്ടുന്ന ഒരു വ്യൂസൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പം മെയിൻലി ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ണൂർക്കാരുടെ കുറേ റെസിപ്പീസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. എല്ലാവരും ചെയ്യുന്ന റെസിപ്പീസ് തന്നെ ഞാൻ ഫോളോ ചെയ്യുന്നതിലും നല്ലത് കണ്ണൂരുകാരായ നമ്മുടെ കുറച്ച് നാടൻ റെസിപ്പീസൊക്കെ തപ്പിപ്പിടിച്ച് അതൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയിട്ടുള്ള ഒരു ശ്രമമാണിപ്പോൾ നടക്കുന്നത്. അത് എത്രത്തോളം വിജയിക്കുന്നു എന്നറിയില്ല. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന റെസിപ്പീസൊക്കെ എനിക്ക് പറഞ്ഞു തരിക. അതിൻ്റെ പേരെങ്കിലും പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും ആയി അതിൻ്റെ ആ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ കണ്ടുപിടിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇരിക്കുന്നത് ആരാണെന്ന് മനസ്സിലായോ? എൻ്റെ മോളാണ്, മൂത്ത മോളാണ്. അഭിന എന്നാണ് അവളുടെ പേര്. ഇപ്പോൾ ബിടെക്കൊക്കെ കഴിഞ്ഞ് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം സ്വസ്ഥം വീട്ടിലിരിക്കുവാണ്. അപ്പോൾ അവളുടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നേക്കാൾ കൂടുതൽ നല്ലത് അവൾ തന്നെ പറയുന്നതാണ്. കാരണം അവൾ നല്ലപോലെ പറയാൻ മിടുക്കിയ ഒരു കുട്ടിയാണ്. അപ്പോൾ ഞാൻ പറയേണ്ട ഒരു കാര്യവും ഇല്ല, അവളുടെ കാര്യം അവൾ തന്നെ പറയട്ടെ. അപ്പോൾ നിനക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വ്യൂവേഴ്സിനോട് പറയാം. ഹലോ എവ്രി വൺ, എൻ്റെ പേര് അഭിന. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അമ്മയുടെ കൂടെ വന്നിരിക്കുന്നതിൻ്റെ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ അമ്മയുടെ കണ്ടിട്ട് തന്നെയാണ് ഞാനിപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അമ്മ ഇത്ര നോർമലി ഞാൻ വിചാരിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് 4000 മണിക്കൂറും 1000 സബ്സ്ക്രൈബേഴ്സും ആവാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ നല്ലോണം വിചാരിച്ചിരുന്നു. സോ അമ്മയുടെ ചാനൽ ഒരു വിജയമായിട്ട് പോവുമായിരുന്നു. അന്നേരമാണ് ഞാൻ വിചാരിച്ചത് എന്തുകൊണ്ട് എനിക്കും എൻ്റെ ടാലൻസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു പ്ലാറ്റ്ഫോം ഇപ്പോൾ യൂട്യൂബിൽ ഉണ്ടാകുമ്പോൾ ഞാനും യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയത്. എൻ്റെ ചാനലിൻ്റെ പേര് അഭിന അനിൽ എന്നാണ്. ഞാൻ എൻ്റെ പേര് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എൻ്റെ പേര് തന്നെ വെച്ചു. അതിൽ എന്തൊക്കെയാണ് അവൾ ചെയ്യുന്നതെന്ന് അവൾ തന്നെ പറയും നിങ്ങളോട്. അവളുടെ ഇഷ്ടങ്ങളും അവളുടെ ആ ഒരു കാലിബറും ഒക്കെയാണ് അവൾ അതിൽ കാണിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് അവൾ തന്നെ പറയുന്നതാണ് അതിൻ്റെ നല്ലത്. എൻ്റെ ഈ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ര കുക്കറി ചെയ്യാറുണ്ട്, എന്നാലും കുക്കറി ചാനലായിട്ടല്ല ഞാൻ തുടങ്ങിയിരിക്കുന്നത്. ഞാൻ എൻ്റെ ചാനലിൽ ചെയ്യുന്നത് ബ്യൂട്ടി, ഫാഷൻ അല്ലെങ്കിൽ കോമഡി റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. ആകെ ഒരാഴ്ചയായിട്ടുള്ളൂ ഞാൻ എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. കുറച്ചൊക്കെ റെസ്പോൺസ് ഒക്കെ ഉണ്ട്, പക്ഷേ എന്തായാലും നമുക്കൊരു ഹ്യൂജ് ഓഡിയൻസിനെ ഹിറ്റ് ചെയ്യണമെന്ന് അറിയുന്നത് കൊണ്ടും കൂടിയാണ് ഞാൻ ഇന്ന് അമ്മയുടെ കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഫാഷൻ, പിന്നെ ബ്യൂട്ടി, പിന്നെ എൻ്റർടൈൻമെൻറ്റ്. അവൾക്ക് ഇത്തിരി കോമഡിയൊക്കെ വശമുള്ളൊരു കുട്ടിയാണ്. പിന്നെ അവൾക്ക് ഡാൻസ് ചെയ്യാൻ അറിയാം, ഇത്തിരി പാട്ട് പാടും. അപ്പോൾ അവൾക്കുള്ള കഴിവുകൾ മുഴുവൻ അവളുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നാമത്തേത് ഫാഷൻ കാണിക്കും അവൾ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടി ആയി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ എൻ്റർടൈൻമെൻറ്റ്, എന്നെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള എൻ്റർടൈൻമെൻറ്റൊക്കെ അവൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഒരു മോളും കൂടി ഉണ്ട്, പിന്നെ ചെറിയ മോളാണ്. അവളിപ്പോൾ +2 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി തന്നെ ആയിരിക്കും ആ ചാനലിൽ മിക്കവാറും താരങ്ങൾ. നമ്മൾ 3 പേരും കൂടി ഇൻക്ലൂഡിങ് ആയിട്ടുള്ള കുറച്ച് എൻ്റർടൈൻമെൻറ്റ് പരിപാടികളും ഒക്കെ ആയിട്ടുള്ള ഒരു ചാനലായിരിക്കും അത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്കിപ്പോൾ വ്യൂസ് ഇപ്പോൾ ഒരു റെസിപ്പിയുടെ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അതൊരു 1000 പേരെങ്കിലും കാണുന്നുണ്ട്. അത്രയൊക്കെ ഒരു തുടക്കക്കാരി എന്നുള്ള നിലയിൽ ഞാൻ അത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഓരോ ദിവസവും ഞാൻ അറിയാത്ത എത്രയോ ആൾക്കാർ, ഞാനൊരു വാക്ക് പോലും പറയാതെ അവരെന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരാരാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല, എന്നെ കാണുന്നവരായിരിക്കും അത്. അപ്പോൾ അങ്ങനെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രേക്ഷകർ എന്നോട് സ്നേഹം കൊണ്ടാണല്ലോ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മോളെയും കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അവളൊരു തുടക്കക്കാരിയാണ്. അവൾ ജനങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട്. ഇപ്പം ഒരുപാട് യൂട്യൂബിൽ പിന്നെ ഫാഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാർ കാണും.
അപ്പോൾ അവരുടെ നിരയിലേക്ക് ഇവൾ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വ്യൂസും സപ്പോർട്ടേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ വേണം. അത് ജനങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അവളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് പക്ക പെർഫെക്റ്റായി ചെയ്യണം. വെറുതെ ഒരാളെ പറ്റിക്കുന്ന വിധത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാതെ കറക്റ്റ് പെർഫെക്ഷനോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും വ്യൂസ് കിട്ടും. ഇപ്പം എൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം. ഞാനിപ്പോൾ ഒരു പുതുതായിട്ടൊരു ഡിഷൊക്കെ നമ്മളിപ്പോൾ വർഷങ്ങളായിട്ട് ചെയ്ത് ശീലിച്ച ഡിഷസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കണ്ണും പൂട്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം, പെട്ടെന്ന് തന്നെ അറിയുകയും ചെയ്യും, അത് ഫുൾ സക്സസ് ആയി കിട്ടും. പക്ഷേ അറിയാത്തൊരു ഡിഷ് പരീക്ഷിച്ച് ഞാൻ ചെയ്യുമ്പോഴത്തേക്കും ഫെയിലിയേഴ്സ് വരാറുണ്ട്. അപ്പോൾ ഒരു ഫെയിലിയർ വന്നു, ഞാൻ ഒന്നും കൂടെ ട്രൈ ചെയ്യും. ചിലപ്പോൾ രണ്ടാമത്തതിൽ ശരിയാക്കും, ചിലപ്പോൾ അത് രണ്ടാമത്തത് ശരിയായില്ലെങ്കിൽ മൂന്നാമതും ട്രൈ ചെയ്യും. അങ്ങനെ ഒരുപാട് ഫെയിലിയേഴ്സ് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു പുതിയ ഡിഷ് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഒരുപാട് കഷ്ടപ്പാടൊക്കെ ഉണ്ട്. ഓരോ ഫെയിലിയറിലും അമ്മ ഭയങ്കര സെൻറ്റി ആയിട്ടിരിക്കലാണ്, അയ്യോ എൻ്റെ അത് ഫെയിലായി പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറേ ഫെയിലിയേഴ്സിലൂടെയാണ് നിങ്ങൾക്ക് ഓരോ റെസിപ്പീസും കാണിക്കുന്നത്. നല്ലോണം എക്സ്പേർട്ടായ കുറേ റെസിപ്പീസ് ഉണ്ട്, അത് ഡിഷും എന്ന് പറഞ്ഞിട്ട് എല്ലാം ആക്കി പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കും. പക്ഷേ ചിലത് അമ്മക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ അമ്മ 2-3 പ്രാവശ്യം ചെയ്ത് അവസാനം സക്സസ് ആവുന്നവരെ അത് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അമ്മയിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്തിട്ട് അത് ശരിയായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അമ്മ ഉപേക്ഷിച്ച് അയ്യോ എനിക്ക് ഇനി അത് ചെയ്യാൻ പറ്റില്ല, ഞാനത് ചെയ്യുന്നില്ല, വേറെ പല ആൾക്കാരും അത് ചെയ്തിട്ടുണ്ട്, അത് മതി എന്നുള്ളൊരു സംസാരം പറയാറില്ല. അമ്മ എപ്പോഴും അത് എങ്ങനെയൊക്കെ ശരിയാക്കാം, ആൾക്കാരോടൊക്കെ ചോദിച്ച് എങ്ങനെയൊക്കെ ശരിയാക്കാൻ പറ്റും എന്നൊക്കെ അറിയാണ് ചെയ്യാറ് അമ്മ എപ്പോഴും. അപ്പോൾ അത് എനിക്ക് എന്തായാലും എൻ്റെ യൂട്യൂബ് ചാനലിലും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നല്ലൊരു ബിഹേവിയറാണത്. നമ്മൾ ഇപ്പോൾ ഒരു ഡിഷ് നമുക്ക് പുതുതായിട്ട് കിട്ടുന്ന ഡിഷസൊക്കെ ആയിരിക്കും ഇപ്പം ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ളതോ, അല്ലെങ്കിൽ ഞാൻ മാഗസീൻസ് എന്നൊക്കെ കുറേ ഡിഷസ് കട്ട് ചെയ്തെടുക്കാറുണ്ട്. മാഗസീനിൽ പാചകരംഗത്തിൻ്റെ ആ ഒരു പേപ്പേഴ്സ് മാത്രം കട്ട് ചെയ്തിട്ടുള്ള കുറേ സംഭവങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിലൊരു പുതിയ ഡിഷ് ഞാൻ ചെയ്യുമ്പോൾ, ഞാൻ ഇന്നുവരെ ചെയ്തിട്ടുണ്ടാവില്ല, അത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ അത് സക്സസ് ആവും, ഇല്ലയെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് കൊളായി മാറും. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഇനി അതെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിക്കാറില്ല. ഇനിയിപ്പോൾ എൻ്റെ ഇപ്പം മനസ്സിലുള്ള ഒരു ടാർഗറ്റ് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. പത്തിരിയാണ്, നൈസ് പത്തിരി. 2 പ്രാവശ്യം ഞാനത് ചെയ്തു. പക്ഷേ 2 പ്രാവശ്യവും പത്തിരിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് കംപ്ലീറ്റ് പഫ് ചെയ്ത് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയും ഞാനത് ട്രൈ ചെയ്യും. അപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ടിപ്സും ട്രിക്സും അതിൻ്റെ മെത്തേഡ്സും എല്ലാവർക്കും പറഞ്ഞു തരണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഓരോ റെസിപ്പീസും ചെയ്യുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ബാഡ് കമൻസൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ പിന്നെ ചില വീഡിയോസിനൊക്കെ. അപ്പോൾ ബാഡ് കമൻസ് വന്ന സമയത്ത് ഇത്തിരി ഡിപ്രസ്ഡ് ആയിട്ടുണ്ടായിരുന്നു, മൂഡ് ഓഫ് ഒക്കെ ആയി അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ആ ബാഡ് കമൻസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ബിഗിനറാണ്. അപ്പോൾ എനിക്ക് ഈ ബാഡ് കമൻസ് ഒന്നും കണ്ട് അധികം ശീലമുണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു ദിവസം ബാഡ് കമൻസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ സങ്കടമൊക്കെ വന്നു. അപ്പോൾ എനിക്കതിൽ ഒരുപാട് ബാഡ് കമൻസ് വന്നതിൽ ഒരു 2-3 സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു. ചേച്ചി എന്തിനാണ് വിഷമിക്കുന്നത്? ഞാൻ പ്രത്യേകിച്ച് എസ്പെഷ്യലി ഒരാളുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ആ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ആ പുള്ളിക്കാരനാണോ പുള്ളിക്കാരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പുള്ളിക്കാരൻ്റെ ആ വർത്താനം, ആ സംസാരമൊക്കെ എനിക്ക് തന്ന ആ ഒരു ധൈര്യം, എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കണ്ട, അവരെന്തേലും പറഞ്ഞോട്ടെ. ചില ആൾക്കാർക്ക് ബാഡ് കമൻസ് മാത്രം ഇടണം എന്നുള്ള ഒരു തിങ്കോട് കൂടെ വരുന്നവരുണ്ട്. അവരിപ്പോൾ വീഡിയോ കണ്ടിട്ടൊന്നും ആയിരിക്കില്ല അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ സംസാരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു വീഡിയോയിൽ സംസാരിക്കാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, വെറുതെ പിന്നെ ഇംഗ്ലീഷിൽ ടൈറ്റിൽസ് എഴുതി കൊടുത്തിട്ട് ഇങ്ങനെന്നൊക്കെ കാണിച്ചിട്ട് പോകുന്ന വീഡിയോസ് ഉണ്ട്. പക്ഷെ ഞാനെന്താ വിചാരിച്ചതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മനസ്സിലാകണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു ബിഹേവിയർ അനുസരിച്ച് ഞാനൊരു ടീച്ചറായിരുന്നു, മുന്നേ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ടീച്ചറായ എനിക്ക് ആ ഒരു ബിഹേവിയർ എൻ്റെ രക്തത്തിൽ അങ്ങ് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അത് മനസ്സിലായോ എന്നുള്ള ഒരു തോട്ട് എപ്പോഴും ഉണ്ടാവും. ആർക്കെങ്കിലും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ചോദിക്കണം. അപ്പോൾ അവർക്കത് മനസ്സിലാവുന്നവരെ അവർക്കത് വിശദീകരിക്കാനുള്ള ഒരു ടെൻഡൻസി കുഞ്ഞുനാൾ ടീച്ചറായി ജോലി ചെയ്യുന്ന സമയത്തേ ഉണ്ട്. ആ ഒരു ടെൻഡൻസി ഇപ്പോഴീ വീഡിയോ ചെയ്യുന്ന സമയത്ത്, കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് അവർക്കത് മനസ്സിലായില്ലേ എന്ന കാരണം കൊണ്ട് ചിലപ്പോൾ രണ്ടാമതും ഞാൻ റിപ്പീറ്റ് ചെയ്യാറുണ്ട് ഒരു പറഞ്ഞ കാര്യം തന്നെ. അങ്ങനെ ഒരു റിപ്പീറ്റേഷൻ വന്നു പോയത് മാത്രമാണ് ഞാൻ ആ വീഡിയോയിൽ ചെയ്ത ഒരേ ഒരു തെറ്റെന്ന് പറയുന്നത്. കുറച്ചധികം പറഞ്ഞ് ആൾക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഇത്രയും ഒരാൾ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ LKG കുട്ടികളൊന്നും അല്ല,
ഇങ്ങനെ പറഞ്ഞു തരാമെന്ന്. അപ്പോൾ ഞാൻ തിരിച്ചൊരു കമൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, LKG കുട്ടികളെ പോലെയുള്ള ആൾക്കാർ ഇപ്പം നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മളെ നോക്കി ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്കത് അറിയാത്തതുകൊണ്ടല്ലേ ചെയ്യുന്നത്. യൂട്യൂബിൽ വന്നിട്ട് ഒരു റെസിപ്പി അവർ നോക്കി ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്കത് അറിയാത്തത് കൊണ്ടല്ലേ. പിന്നെ എത്രയോ ആൾക്കാർക്ക് അറിയാത്തതുണ്ടാവും. നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴായിരിക്കും അറിയുന്നത്. ഒന്നുമല്ലാതെ നമ്മളിങ്ങനെ വെറുതെ ഒരു പിന്നെ ആക്ഷൻ പോലെ കാണിച്ചു പോയിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്? ഒരു കാര്യമില്ലാതെ പെട്ടെന്ന് ചടപടാന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ തീർക്കുകയാണെങ്കിൽ പിന്നെ നമ്മളിത് ചെയ്യുന്നതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ പിന്നെ മേക്കിംഗ് മെത്തേഡും ഇൻഗ്രീഡിയൻസ് ലിസ്റ്റും കിട്ടുമല്ലോ. പക്ഷെ ചെയ്ത് കാണിക്കുമ്പോൾ അത് കുറേയും കൂടെ പ്രാക്ടിക്കലായി കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകുന്നത് കൊണ്ടല്ലേ യൂട്യൂബിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് നടക്കുകയോ അല്ലെങ്കിൽ പിന്നെ റെസിപ്പി ബുക്ക് വാങ്ങിയിട്ട് എത്ര റെസിപ്പി ബുക്ക് കിട്ടുന്നുണ്ട്, ആ റെസിപ്പി ബുക്കൊക്കെ വായിച്ച് നോക്കിയിട്ട് ചെയ്താൽ പോരെ. പക്ഷെ അതൊന്നും വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവാത്ത കുട്ടികളും ബിഗിനേഴ്സ് ആയവരും അല്ലേ കണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി മനസ്സിലാക്കണം. എനിക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകരെയും എൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യിക്കണം. അതിൽ നല്ലപോലെ അറിയുന്നവർ കാണും, തീരെ അറിയാത്തവർ കാണും. അപ്പോൾ എല്ലാ വിഭാഗത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ഇത്രയും പറഞ്ഞത്, എനിക്ക് ബാഡ് കമൻസ്, എനിക്ക് എന്തെങ്കിലും കുറ്റങ്ങളും കുറവുണ്ടെങ്കിൽ പറഞ്ഞു തരണം. അത് നിങ്ങളുടെ കടമ തന്നെയാണ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ വഴി കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ചെയ്യണം. പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് യൂട്യൂബേഴ്സ് നമ്മുടെ കേരളത്തിലുണ്ട്, മലയാളികൾ തന്നെ. എന്നെക്കാട്ടി മുന്നേ ഒക്കെ 6-7 വർഷങ്ങൾക്ക് മുന്നേ യൂട്യൂബിൽ വന്നിട്ട് സക്സസ്ഫുൾ ആയിട്ട് പോകുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ ചെയ്തു വെച്ച അതേ റെസിപ്പീസ് പിന്നെ ഞാൻ ഫോളോ ചെയ്യുമ്പോൾ എന്നെ കാണാൻ ആൾക്കാരുണ്ടാവില്ല. അത് സത്യമല്ലേ? അപ്പോൾ അവരിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പിന്നെ റെസിപ്പി ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആൾക്കാർക്ക് പിന്നെ നമ്മുടെ മലയാളികളുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു ഏകദേശം സെയിം ആയിരിക്കില്ലേ? അത് പല പല ജില്ലകളിൽ പല പല വേരിയേഷൻസ് ഉണ്ടാവും. ആഡ് ചെയ്യുന്ന സ്പൈസസിലും ആഡ് ചെയ്യുന്ന വെജിറ്റബിൾസിലും ഒക്കെ ചെറിയ ചെറിയ വേരിയേഷൻസാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുക. അപ്പോൾ പിന്നെ മലയാളികൾക്ക് പറ്റുന്ന ഭക്ഷണം മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അറബ് നാട്ടുകളിലുള്ളവർക്കും ബ്രിട്ടീഷുകാരുടെ വെറൈറ്റിക്ക് വേണ്ടി അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആരും അത് കാണില്ലല്ലോ. അപ്പോൾ അവർ ചെയ്യുന്ന ആ റെസിപ്പീസ് നമ്മുടെ മലബാർ ഏരിയയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് അതാണിപ്പം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മുടെ കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, മലപ്പുറം ഈ ജില്ലകൾ, മലബാർ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും ഭാഗങ്ങളാണ്. അവിടെയുള്ള ആൾക്കാർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കുമ്പോഴാണ് എനിക്കൊരു ഐഡൻറ്റിറ്റി കിട്ടുന്നതെന്ന് കുറേ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അവരുടെ കൂട്ടത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വരണം എന്നുണ്ടെങ്കിൽ എൻ്റെ നാട്ടിലുള്ള ഭക്ഷണം അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇനി എൻ്റെ നാട്ടിലുള്ള 100 ആൾക്കാരായിക്കോട്ടെ, 200 ആൾക്കാരായിക്കോട്ടെ, അവർക്കത് കാണുമ്പോൾ കണ്ണൂരിൻ്റെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡാണല്ലോ ഈ ചേച്ചി പിന്നെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ അവരത് നോക്കാൻ എന്തായാലും ഒന്ന് നോക്കും. അതുപോലെ മറ്റുള്ള ജില്ലക്കാർ എന്താണാവോ കണ്ണൂരിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്നറിയാൻ വേണ്ടിയിട്ടും കൂടെ നോക്കും അല്ലേ? എൻ്റെ ഈ ചെറിയ ട്രിക്ക് നിങ്ങൾക്ക് പിന്നെ അക്സെപ്റ്റബിൾ ആണോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്കിലും ഞാനിപ്പോൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എൻ്റെ കണ്ണൂരിൻ്റെ ഡിഷസ് തന്നെയാണ്. അത് ഇത്തിരി ഡിഫറെൻറ്റ് തന്നെയാണ്. തിരുവിതാംകൂർ ഭാഗങ്ങളിൽ നിന്നും ഇത്തിരി ഡിഫറെൻറ്റ് തന്നെയാണ് കണ്ണൂരിൻ്റെ ഡിഷസ്. അത് സദ്യവട്ടങ്ങളിലെ സാമ്പാർ, അവിയൽ, പിന്നെ കൂട്ടുകറി എല്ലാം ആയാലും അതും എല്ലാത്തിലും ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എൻ്റെ ഈ മോളുടെ ചാനലും എൻ്റെ ചാനലും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മോളുടെ ചാനലിൻ്റെ പേര് അഭിന അനിൽ എന്നാണ്, ABHINAANIL. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കും എൻ്റെ മോൾക്കും ഉണ്ടാണെന്ന് വിശ്വസിക്കുകയാണ്. ഷെയർ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ഷെയർ ചെയ്യുക. അവൾ ഭയങ്കര ഹെയർ സ്റ്റൈലിസ്റ്റാണ് കേട്ടോ. ഒത്തിരി ഹെയർ സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് കാണാം. പിന്നെ ഡ്രസ്സിലൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ പലതരം കബേർഡിൻ്റെ അകത്തുള്ള ഡ്രസ്സസൊക്കെ ഇട്ടുള്ള എന്താണ് ഔട്ട്ഫിറ്റ്സ് ഒക്കെ അവൾ കാണിക്കുന്നുണ്ട്. അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണാം. പിന്നെ കംപ്ലീറ്റ് നമ്മുടെ ഫേസിൽ എന്തൊക്കെ വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെത്, പിന്നെ മേക്കപ്പ് ഇതൊക്കെയാണ് അവൾ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എന്നെ മോളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറെന്താ, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവരും എൻ്റെ ചാനൽ വന്ന് കാണുക. അതേപോലെ തന്നെ അമ്മയുടെ ചാനൽ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് പോവുക. അമ്മക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അവൾക്ക് ഇത്തിരി മലയാളം കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അവൾ പഠിച്ചതും വളർന്നതെല്ലാം അങ്ങ് ദുബായിലാണ്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ വളർന്നതിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് അവൾക്കുണ്ട്. കണ്ണൂരിൻ്റേതായ സ്ലാങ് ഒന്നും അവൾക്ക് വരില്ല. ഞാൻ പറയുന്നത് കേട്ടാണ് അവൾ സംസാരിക്കുന്നത്. ഞാനും കണ്ണൂർ ഭാഷയിൽ തന്നെയാണ് എൻ്റെ സംസാരം. എങ്കിലും മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എൻ്റെ കുറച്ച്
ഭാഷയിൽ ഇത്തിരി വ്യത്യാസമൊക്കെ ഞാനും വരുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഒറിജിനൽ കണ്ണൂർ ഭാഷ ഇങ്ങനെയൊന്നും അല്ല. കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ ഈ വ്യത്യാസം വരുത്തി സംസാരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ സംസാരം അത്ര മോശമാണെന്നൊന്ന് കമൻറ്റ് സെക്ഷനിൽ പറയണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുകയാണ്. വേറൊന്നുമില്ല. അപ്പോൾ ഇനിയും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ദിസ് ഇസ് മീ അഭിന. This is me Sudha. This is me Abhina. Signing off. Bye. Bye.